നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാ വില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇടികൊണ്ട് 82 രൂപയിൽ നിന്നും 35 രൂപയിലേക്ക് കൂപ്പുകുത്തി. തമിഴ്നാട് ഒരു കാരണം. മലയാളി കർഷകർക്ക് വലിയ പ്രതിസന്ധി. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പാദനം വർദ്ധിച്ചതും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വൻതോതിൽ ഇടിഞ്ഞതും നാളികേര കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. വിപണിയിൽ നാളികേര വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. 8 മാസം മുമ്പ് കിലോയ്ക്ക് 82 രൂപയാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്. നാളികേര വില പിന്നീട് 65, 45 എന്നിങ്ങനെ താഴ്ന്ന് ഇപ്പോൾ വെറും 35 രൂപയിലെത്തി നിൽക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ചില്ലറ വിപണിയിൽ നിന്ന് 41 രൂപയ്ക്ക് നാളികേരം ലഭ്യമാണ്. 1 കിലോ ചിരട്ടയ്ക്ക് 35 രൂപയും പൊതിക്കാത്ത തേങ്ങ ഒന്നിന് 12 രൂപയുമാണ് നിലവിലെ വില. കൊപ്ര കിലോയ്ക്ക് 129 രൂപയും കൊട്ടത്തേങ്ങയ്ക്ക് 240 രൂപയുമാണ് ഇപ്പോഴത്തെ വിപണി നിരക്ക്. വിലയിടിവിന് പുറമെ തെങ്ങുകളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളും കർഷകരെ വലയ്ക്കുന്നുണ്ട്. രോഗവ്യാപനം തടയാനുള്ള പരിചരണങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു. ഇതിനൊപ്പം വളത്തിൻ്റെ വില വർധനവും കൂലിച്ചെലവും താങ്ങാനാകാത്തതും കാരണം നാളികേര കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ കടുത്ത ദുരിതത്തിലാണ് കർഷകർ. അയൽ സംസ്ഥാനങ്ങളിലെ സീസണും വിലയിടിവും. കേരളത്തിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് നാളികേരത്തിൻ്റെ പ്രധാന സീസൺ. എന്നാൽ മെയ് മുതൽ ആഗസ്റ്റ് വരെ തമിഴ്നാട്ടിലും ജൂലൈ മുതൽ ഡിസംബർ വരെ കർണാടകയിലുമാണ് വിളവെടുപ്പ് കാലം. അയൽ സംസ്ഥാനങ്ങളിൽ സീസൺ സജീവമാകുന്നതോടെ കേരളത്തിലെ വിപണിയിലേക്ക് നാളികേര വരവ് കൂടുകയും വില വൻതോതിൽ ഇടിയുകയും ചെയ്യുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. തെങ്ങ് കർഷകരെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൂലിച്ചെലവ് പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. അപ്പോൾ നാളികേര കർഷകർക്ക് നേരത്തെ വലിയ സന്തോഷമായിരുന്നു. വലിയ വിലയായിരുന്നു, 100 രൂപയ്ക്ക് അടുത്തൊക്കെ വില വന്നു. ഇപ്പോൾ വില കുറഞ്ഞാൽ അവർ ആകെ ഒരു പ്രതിസന്ധിയിലാണ്. എന്നാൽ റബ്ബർ കർഷകർക്ക് ഇപ്പോൾ നേട്ടമാണ്. അവർക്ക് വില വർദ്ധിച്ചു, അവരിപ്പോൾ സന്തോഷത്തിലാണ്. അപ്പോൾ റബ്ബറും തെങ്ങും കൃഷി ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാം. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.